അവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, ത്രിയേക ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്കൊരു പകൽക്കാലം തരുകയും കർത്താവേ, പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ അവിടുത്തെ കൃപയാലും കാരുണ്യത്താലും പരിപാലിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ തന്ന് അനുഗ്രഹിക്കുകയും ഞങ്ങളെ സകല ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്തതിനെ ഓർത്തും നന്ദിയോടുകൂടി സ്തുതിക്കുന്നു നാഥ. കർത്താവായ യേശുനാഥ, അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തരുന്ന കൃപയെ ഓർത്തും നന്ദി പറയുന്നപ്പ. ഈശോപ്പ, ഇന്ന് ഞങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ കാരുണ്യത്തിലും കൃപയിലും നടത്തിയതിനെ ഓർത്തും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണത്താലും നടത്തിയതിനെ ഓർത്തും നന്ദി പറയുന്നു. ഇതാ ഞങ്ങൾ ഉറങ്ങുവാൻ പോകുന്നു കർത്താവേ, ഞങ്ങൾക്ക് നല്ല നിദ്ര തന്ന് അനുഗ്രഹിക്കണമേ. ഒരു അന്ധകാര ശക്തികളോ പൈശാചിക തന്ത്രങ്ങളോ വിഷജന്തുക്കളോ പ്രാണികളോ ഞങ്ങളെ ആരെയും ഉപദ്രവിപ്പാനിടയാക്കാതെ വണ്ണം അവിടുത്തെ മാലാകമാരാൽ ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ അപ്പ. ഒരു കള്ളന്മാരോ അക്രമികളോ ഞങ്ങളുടെ ഭവനങ്ങളിലോ കാമ്പൗണ്ടുകളിലോ കടന്നു വരുവാനോ നോട്ടം വയ്ക്കുവാനോ ഇടയാക്കാതെ വണ്ണം അവിടുത്തെ മാലാകഗണങ്ങളാൽ കോട്ട കെട്ടി സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോനാഥ. കർത്താവേ, ഞങ്ങൾ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പാപങ്ങളെല്ലാം അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുജലം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ആരെയെങ്കിലും മാറ്റപ്പെടുന്നെങ്കിൽ വിശുദ്ധിയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോപ്പ. ഇന്ന് ഞങ്ങളെ ഭൂമിയിൽ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി, ആകയാൽ പിതാവിൻ്റെ പക്കൽ ഇന്ന് ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. തിരുവചനം വായിക്കാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നും 2-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോകുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അത് കൊണ്ട് എന്ത് പ്രയോജനം? പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവർത്തികളുമുണ്ട്. പ്രവർത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക, ഞാൻ എൻ്റെ പ്രവർത്തികൾ വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കാം. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കൾ അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ഈ കേട്ട വചനം 5 മിനിറ്റ് നേരം കിടക്കയിലിരുന്ന് ധ്യാനിച്ച് 4 ചുറ്റും കുരിശടയാളം വരച്ച് നെറ്റിത്തടത്തിലും കുരിശടയാളം വരച്ച് നാളെ നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. ആമേൻ.